എൻ ഇ സുധീർ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ എൻ ഇ സുധീർ, ഒരു നമുക്ക് എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തെ പരിചയമുണ്ട്. പക്ഷെ അതിനപ്പുറം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കൂടി നമ്മൾ ഒരു പക്ഷേ ഈ സമയത്തെങ്കിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കൂടി സംസാരിക്കേണ്ടതുണ്ട്. Between Bolsonaro and Lula, I of course prefer Bolsonaro. Even with Bolsonaro's foolishness, he's not Lula എന്ന് പറഞ്ഞ എഴുത്തുകാരനാണ്. അത്രയും ശക്തമായി രാഷ്ട്രീയം പറഞ്ഞ ഒരാൾ കൂടിയായിരുന്നു. തീർച്ചയായിട്ടും യോസ എഴുത്തിലൂടെ പോലെ തന്നെ രാഷ്ട്രീയത്തിലും വേറിട്ട ഒരു വ്യക്തിത്വമാണ്. തീർച്ചയായിട്ടും ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തിലും ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന്റെ പാദമുദ്രകൾ പതിഞ്ഞു കിടക്കും. ഒരുപക്ഷെ പല വിവാദങ്ങൾക്കും അത് കാരണമാവുമെങ്കിലും യോസ സത്യത്തിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പല കൃതികളും ഉണ്ടെങ്കിലും ഒരുപക്ഷെ യോസയിൽ നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന അദ്ദേഹത്തിന്റെ അവസാന നോവൽ എന്ന് അദ്ദേഹം കഴിഞ്ഞ വർഷം പറഞ്ഞ ഐ ഗിവ് യു മൈ സൈലൻസ് എന്ന പെറുവിയൻ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്ന മറ്റൊരു കൃതി വരാനിരിക്കുന്നു. അത് ഇംഗ്ലീഷിലേക്ക് അദ്ദേഹം എഴുതി തീർത്താണ്, ഇംഗ്ലീഷിലേക്ക് വരാനിരിക്കുന്നു. അത് കാത്തിരിക്കുമ്പോഴാണ് യോസയുടെ മരണവാർത്ത വരുന്നത്. യോസ അടിസ്ഥാനപരമായി മാർക്സിനെയൊക്കെ പോലെ തന്നെ ആദ്യം ക്യൂബയോടും കാസ്ട്രോവിനോടൊക്കെ അടുപ്പം കാണിക്കുകയും ഇടതുപക്ഷ അനുഭാവിയുമായിട്ടൊക്കെയാണ് തുടങ്ങിയത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ അമിതാധികാരത്തോട് അല്ലെങ്കിൽ ഡിക്റ്റേറ്റർഷിപ്പ് സ്വേച്ഛാധിപത്യത്തോടുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടാണ് അദ്ദേഹത്തെ പലപ്പോഴും ഇടതുപക്ഷ നിലപാടിൽ നിന്ന് മാറുകയും പിന്നീട് വലതുപക്ഷത്തേക്കെന്ന് തോന്നുന്ന രീതിയിൽ പോയി. പക്ഷേ ലിബറൽ ഡെമോക്രസി എന്ന് പറയുന്നതിന് വേണ്ടി ലിബറൽ ഡെമോക്രസിയിലൂടെ മാത്രമേ രാജ്യങ്ങൾക്ക് മുന്നേറാൻ പറ്റുള്ളൂ, മനുഷ്യത്വപൂർണമായ ഒരു സമൂഹം സൃഷ്ടിപ്പെടുക്കാൻ പറ്റുകയുള്ളൂ എന്ന ഒരു ചാഢ്യത്തിലേക്ക്, ഒരു തിരിച്ചറിവിലേക്ക് യോസ എത്തുകയാണ്. അതിന്റെ പേരിലാണ് ഒരുപക്ഷെ പലരുമായിട്ടും അദ്ദേഹം കലഹിച്ചതും. അധികാരം എങ്ങനെയാണ് മനുഷ്യ സമൂഹത്തെ ക്രമീകരിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലാണ് ദുരിതപ്പെടുത്തുന്നത് അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ നോവലുകളുടെ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന പ്രധാനപ്പെട്ട നോവലുകൾക്കെല്ലാം ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ ഒരു നേരിലേക്കാണ് അദ്ദേഹം ഈ നോവലുകളിലെ സർഗാത്മകതയെ ഉപയോഗിച്ചത്. ഈ രാഷ്ട്രീയത്തെ പറയാനാണ്, ഈ അധികാരത്തെ വിശദീകരിക്കാനാണ്. അധികാരവും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിക്കുക എന്നതാണ് അടിസ്ഥാനപരമായി യോസ തന്റെ സാഹിത്യത്തിലൂടെ ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് പ്രായോഗിക തലത്തിൽ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചും ചിന്തിക്കുകയും ഒരുപക്ഷെ അവിടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. അതിലൂടെ മറ്റൊരു രാഷ്ട്രീയം, ഒരു ധാർമ്മികതയുടെ രാഷ്ട്രീയം, മൂല്യത്തിന്റെ രാഷ്ട്രീയം, അല്ലെങ്കിൽ അമിതാധികാരം ഇല്ലാത്ത രാഷ്ട്രീയം കാണിച്ചു കൊടുക്കണമെന്നൊരു ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവാം. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയിലേക്ക് അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. അദ്ദേഹം വലതുപക്ഷത്തേക്ക് പോയി അല്ലെങ്കിൽ അദ്ദേഹം ഇടതുപക്ഷ വിരുദ്ധനായി എന്നതുകൊണ്ട് മാത്രം അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഇടതുവിരുദ്ധമാണെന്നോ അല്ലെങ്കിൽ മനുഷ്യത്വ വിരുദ്ധമാണെന്നോ പറയാൻ ഒക്കുകയില്ല. മറിച്ചാണ് അദ്ദേഹം പുതിയൊരു രാഷ്ട്രീയത്തെ, നിലവിലുള്ള രാഷ്ട്രീയത്തിന്റെ ക്രൂരതകളെ അല്ലെങ്കിൽ അനീതികളെ, നീതിരാഹിത്യത്തെ തുറന്നു കാണുക എന്നതാണ് അദ്ദേഹം പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലും സാഹിത്യത്തിലും വ്യത്യസ്തതകൾ തേടിയതാണ്. അത് തന്റെ നിലപാടുകളെ ശക്തിയുക്തം പറയാനും അദ്ദേഹം തയ്യാറായിട്ടുള്ളതാണെന്ന് സ്പാനിഷ് പെറുവിയൻ എഴുത്തുകാരനായ മരിയോ വർഗാസിനെ രാഷ്ട്രീയ തലത്തിലും സാഹിത്യ തലത്തിലും ശ്രദ്ധേയനാക്കുന്നത് അദ്ദേഹം